ഈ കോൺഗ്രസിനെ കുറിച്ച് മുമ്പ് ചില ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ഒന്ന്, ഈ തരൂരിൻ്റെ സീറ്റ് തന്നെ പേയ്മെൻ്റ് ആണ് എന്നൊരു വർത്തമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അത്ര അങ്ങോട്ട് നീണ്ട ചർച്ചയിലേക്ക് പോയില്ല. ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്, ഹരിയാനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാമെന്നും പറഞ്ഞ് 3 പ്രധാന വ്യക്തികൾ കോൺഗ്രസ്സിലെ ഒരു MP ഉൾപ്പെടെ, ഒരു MP അല്ല 3 പേരും MP തന്നെ. അതിൽ ഒരു MP ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിച്ചു പോയത് കൊണ്ടാണ്. ബാക്കി 2 പേരും നമ്മുടെ കേരളീയർ തന്നെയാണ്. 7 കോടി വാങ്ങി എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതിനകത്ത് വാസ്തവമില്ലാതെ ഹരിയാന സ്വദേശിയായ ഒരാൾ കേരള DGPക്ക് കൊണ്ട് പരാതി കൊടുക്കാൻ എന്ത് പ്രത്യേകിച്ച് വലിയ പദവികളിലിരിക്കുന്ന 3 പേർക്കെതിരെ അയാൾ പറഞ്ഞതെന്താ? കേരളത്തിലെ DGPക്കാണ് അയാൾ പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി കൊടുക്കാൻ ഇപ്പം ചിലർ ചോദിച്ചു, ഇയാൾ എന്താ കേരളത്തിൽ നിന്ന് പരാതി കൊടുക്കാൻ കാരണം? ഈ 3 പേരും കേരളത്തിൽ നിന്ന് ജയിച്ച MP-മാരാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്, KC വേണുഗോപാൽ ആലപ്പുഴ, കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര. അതുകൊണ്ടാണ് അയാൾ കേരളത്തിൽ തന്നെ വന്ന് പരാതി കൊടുത്തത്. കേരളത്തിലെ DGP പരാതി രജിസ്റ്റർ ചെയ്ത് കേസായിട്ടുണ്ട്. എന്താ കാര്യം? ഹരിയാന ഈ രാഹുൽ ഗാന്ധിയിലെ KC വേണുഗോപാലിനെ പറ്റി വ്യാപകമായ ആക്ഷേപമുണ്ട്. BJPയുടെ ഐശ്വര്യമാണ് KC വേണുഗോപാൽ എന്ന് വ്യാപകമായൊരു പറയുന്നുണ്ട്. BJP ഓഫീസിൽ ഇങ്ങനെ ഒരു തമാശ ഇന്നാളിൽ ഒരു കാർട്ടൂൺ നമ്മൾ കണ്ടതാണ്. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും BJP ഓഫീസിൽ ചെന്നിട്ട് അതിനകത്തൊരു മുറിക്കകത്ത് KC വേണുഗോപാലിൻ്റെ പടം വെച്ച് അതിൻ്റെ മുമ്പിൽ ചന്ദനത്തിന് കത്തിച്ച് തൊഴുന്നു. ഇയാൾ ജീവിതകാലത്ത് അവിടെ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, സുരക്ഷിതമായിരിക്കും ഞങ്ങളുടെ കാര്യമെന്ന് ആ തരത്തിൽ പരിഹസിച്ചുള്ള കാർട്ടൂൺ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് സത്യമാണ്. എങ്ങനെയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഉൾപ്പെടെ ചുമതല KC വേണുഗോപാലിനാണ്. ഇയാൾ കൊണ്ട് കൊടുക്കുന്നതിനകത്ത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. കാരണം അവർക്ക് വേറൊരു പഠനവും ഇല്ല, കാര്യങ്ങളില്ല. അവിടെ ചാർജുകാരനായി ചെന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഈ ഹരിയാന സ്വദേശിയായ ഒരു വ്യവസായി DGPക്ക് കൊടുത്ത പരാതി പറഞ്ഞെന്താ? എൻ്റെ ഭാര്യയ്ക്ക് അസംബ്ലി സീറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും കൂടി ചേർന്ന് എൻ്റെ ഇന്ന് 7 കോടി രൂപ വാങ്ങി. അതിലൊരു പങ്ക് പ്രിയങ്ക ഗാന്ധിക്കാണെന്ന് അവർ പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം എന്നെ കൊണ്ടുപോയിട്ടും കാണിച്ചില്ല. പിന്നൊരിക്കൽ ഞാൻ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ പ്രിയങ്ക ഗാന്ധി കുഴപ്പമില്ല ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം അയാളുടെ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിച്ച് അയാൾ പോന്നു. 7 കോടി പോയി എന്നല്ലാതെ ഭാര്യയ്ക്ക് സീറ്റും കിട്ടിയില്ല. വല്ലാത്ത പ്രശ്നം. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിലുപരി ആ പാർട്ടി ഏൽപ്പിച്ച പദവി വെച്ച് പണമുണ്ടാക്കുന്ന ആളുകളാണ് ഇവരെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതാണ് ഗുരുതരമായ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സവിശേഷത. ഈ വാർത്ത വന്നിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഇതൊരു ചർച്ചയാക്കിയോ? കേരളത്തിൽ ഇപ്പം നമ്മുടെ ABC ചർച്ച ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു ചാനലിൽ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ? ഇത് പുറത്ത് സംസാരമേ ഇല്ല. ഇത് വാർത്ത വന്നു, അപ്പം തന്നെ ഇതങ്ങ് അമങ്ങുകയാണ്. ചില സൗകര്യങ്ങൾ കേരളത്തിലെ UDF നേതാക്കന്മാർക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കൽപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാകും. പ്രളയത്തിൻ്റെ കാലത്ത് ആലപ്പുഴയിൽ ഒരു KSKTUവിൻ്റെ പ്രവർത്തകൻ, CPMൻ്റെ ഒരു സാധാരണ പ്രവർത്തകൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ ഓമനക്കുട്ടൻ ഒരു ഓട്ടോറിക്ഷയിൽ പോയി ആ ക്യാമ്പിലുള്ളവർക്ക് വേണ്ടി ആഹാര സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ പാവത്തിൻ്റെ ആ ഓട്ടോറിക്ഷക്കാരന് കൂലി കൊടുക്കാൻ കാശ് തികഞ്ഞില്ല. ഒരു 70 രൂപ അകത്തുള്ള ഒരാളുടെ നിന്ന് വാങ്ങിച്ചപ്പോൾ അയാൾ ഇത് വീഡിയോയിൽ പിടിച്ചൊരു വലിയ വാർത്തയാക്കി. ഈ നാട്ടിലെ ചാനലുകൾ ആഘോഷിച്ചില്ലേ, കൊണ്ടാടി ആഘോഷിച്ച എത്ര നാൾ? ഓമനക്കുട്ടൻ്റെ പ്രളയകാലത്തെ 70 രൂപ കൊള്ള എന്നുള്ള വാർത്ത വലിയ പ്രചരണം കൊടുത്തു. ആ 70 രൂപയുടെ സ്ഥാനത്ത് ഓമനക്കുട്ടൻ ഒരു വെറും പാവം പിടിച്ച തൊഴിലാളിയാണ്. വലിയ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉള്ള ഈ പറഞ്ഞ 3 പേര് നടത്തിയ 7 കോടിയുടെ കൊള്ള. മറ്റേത് ഓമനക്കുട്ടൻ്റെ പേരിൽ ഒരു പോലീസ് കേസില്ല. ഇത് കേരള DGPക്ക് പെറ്റീഷനുണ്ട്. നഷ്ടപ്പെട്ട ആൾ കൊണ്ട് പരാതി കൊടുത്തു. ഒരു ചർച്ച ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചാനലിലുണ്ടായോ? മറ്റേ CPMൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ കാലടിച്ചിട്ട് ചെളി പറ്റിയ അന്തിച്ചർച്ച നടത്തുന്ന ആളുകളാണല്ലോ കേരളത്തിലെ ചാനലുകളും മാധ്യമങ്ങളും. ഒരു ചർച്ച ഉണ്ടായില്ല. ഇതൊരു പ്രശ്നമായി അവർ. അപ്പോൾ കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ. ഈ 3 പേരിൽ ഒതുങ്ങും. കാരണം പ്രസ്ഥാനത്തിലേക്ക് അയാളുടെ മുമ്പിൽ എത്തിയത് ഈ 3 പേരാണ്.
ആര്? ഈ പരാതിക്കാരന്റെ മുമ്പിൽ എത്തിയത് ഈ 3 പേര്. ഈ പരാതിപ്പെട്ട ഒരുത്തന്നെ വന്നിട്ടുള്ളൂ. വേറെ എത്രയോ ആളുകൾക്ക് ഇതുപോലെ ദുരന്തം ഉണ്ടായിക്കണം. തന്നെയല്ല, ഹരിയാന തെരഞ്ഞെടുപ്പ് സമയത്ത് KC വേണുഗോപാലിനെതിരെ വേറെ ചില ആക്ഷേപങ്ങൾ ഉയർന്നത് നമ്മൾ അവിടുന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു. അവിടെ ചില സ്ത്രീ വിഷയങ്ങളിൽ ഇയാൾക്കെതിരെ ഒത്തിരി പരാതി ഉയർന്നിട്ടുണ്ട്. അവിടെ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ആക്ഷേപങ്ങൾ നമ്മളത് കേട്ടോ. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത ഇല്ലാത്തത് എങ്കിലും നമ്മളത് കേട്ടല്ലോ. അതുൾപ്പെടെ എത്രയോ പരാതികൾ. അപ്പം പാർട്ടി സംവിധാനത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് പകരം തങ്ങളുടെ സമ്പത്തുണ്ടാക്കാനും തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതിനുവേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉപയോഗിക്കുന്ന നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ആളുകളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ആളാണ് പ്രിയങ്ക ഗാന്ധി. അവർ പോലും ഈ അവിഹിത കൂട്ടുകെട്ടിന് ഈ പരാതി വന്നതിന് ശേഷം ഇത്രയും ദിവസമായല്ലോ. സ്വന്തം പാർട്ടിക്കാരനല്ലേ കേരളത്തിലെ DGPക്ക് പരാതി കൊടുത്തത്? ആ പരാതിയെ സംബന്ധിച്ചൊന്ന് അന്വേഷിക്കാൻ ഒരു ഷോക്കോസ് നോട്ടീസ്, അല്ലെങ്കിൽ വേണുഗോപാലെ ഇയാളെപ്പറ്റി ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുന്നു, ഇയാൾ ആ ആക്ഷേപം തെളിയുന്നവരെ വരെ ഒന്ന് മാറി നിൽക്കുക എന്ന് പറയാനുള്ളൊരു മര്യാദ ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായോ, ഈ രാഹുൽ ഗാന്ധിക്ക്? അപ്പോൾ ഈ പണം ഇങ്ങനെ വാങ്ങിച്ചെങ്കിൽ അതിൻ്റെ പങ്ക് എവിടെയൊക്കെ ചെല്ലുന്നു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ചെറിയ കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ അഴിമതി ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധി അയാളുടെ വീട്ടിലുള്ള ആളിനെ ഉൾപ്പെടെ ആക്ഷേപം പറഞ്ഞിട്ട് അയാൾക്ക് എന്താ മറുപടി ഇല്ലാത്തത്? പ്രസ്ഥാനത്തെ മൊത്തത്തിൽ ബാധിക്കും. ഈ പ്രസ്ഥാനം മുഴുവൻ ഇത്തരത്തിലാണ്. ഈ ഉപ്പ് വെച്ച കലം പോലെ കോൺഗ്രസ് നശിക്കുന്ന എന്താ? ഈ കുടുംബത്തിന്റെ രാഷ്ട്രീയ ധാരണയില്ലായ്മയും ആ കുടുംബത്തിന്റെ ഉപജാപക വൃന്ദങ്ങൾ താഴോട്ട് ഈ പാർട്ടിയെ നയിക്കാൻ വരുന്ന ആ ഉപജാപക വൃന്ദത്തെ സംബന്ധിച്ച് അവരുടെ ആത്മാർത്ഥമുള്ളവരല്ല. അവർക്ക് എങ്ങനെ 10 കാശുണ്ടാക്കി ജീവിക്കണമെന്ന് മാത്രമുള്ള. അതാണ് ഈ പറഞ്ഞത്. നമ്മളൊരു കാര്യം ഓർക്കുന്നുണ്ടാകും. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരായ മണിശങ്കർ അയ്യർ 2 ആഴ്ച മുമ്പാണ് പറഞ്ഞത്, ഒരു റൗഡിയെ പിടിച്ച് AIC സർദാർ വല്ലഭായ് പട്ടേലിന്റെ കസേരയെ കൊണ്ടിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തീരുന്ന ആ അച്ചടിച്ച് വന്ന മഷി ഉണങ്ങുന്നതിന് മുമ്പാണ് ഈ പരാതിയും ആക്ഷേപവും കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് കേരളത്തിൽ എന്തിനാണ് അധികാരം ഇപ്പോൾ നിൽക്കുന്നത്? കേരളത്തിൽ അധികാരത്തിന് വേണ്ടി വലിയ ആകാംക്ഷയോടെ നടക്കുകയാണല്ലോ. എന്തിനാണ്? കൊള്ളയടിക്കണം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം സർക്കാരിൻ്റെ പണം മോഷ്ടിക്കപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണ് വയനാട് ചൂരൽമലയിൽ പിണറായി വിജയൻ കാണിച്ചു കൊടുക്കുന്നത്. പിണറായി വിജയൻ നേതൃത്വമുള്ള ഗവൺമെൻറ് നാട്ടിലെ ആളുകൾ തന്ന പൈസ കൃത്യമായ കണക്കോടുകൂടി അവിടെ അതിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ ഓരോ ചെലവിനെ സംബന്ധിച്ചും കൃത്യമായി ആർക്കും പരിശോധിക്കാം. കോൺഗ്രസ് പിരിച്ച കാശിൻ്റെ കണക്ക് അവരുടെ ഉണ്ടോ? നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് ആർക്കെങ്കിലും? പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ, വളരെ സീനിയറായ മാധ്യമപ്രവർത്തനാണ് താങ്കൾ. ഇന്ന് വരെ താങ്കൾക്ക് അറിയാമോ എത്ര രൂപ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടെന്ന്? ആ ആപ്പ് തുറന്ന് പൈസ കളക്ട് ചെയ്തതിനു ശേഷം ആപ്പ് പൂട്ടിയത് ആരെങ്കിലും അറിഞ്ഞോ? അല്ല, അതിനകത്തൊരു സുതാര്യത ഇല്ലല്ലോ. ഒരു സുതാര്യത ഇല്ല. അപ്പം എത്ര കിട്ടി, എത്ര ഇനി നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ഇന്ന് വല്ല ചിലവായെങ്കിൽ എത്ര? യൂത്ത് കോൺഗ്രസ് പിരിച്ചത് പോട്ടെ, അത് മറ്റതിന് പോയി എന്ന് നമുക്ക് അനുമാനിക്കാം. കേരളത്തിലെ സാമാന്യ യുക്തിയുള്ളവർക്കെല്ലാം അനുമാനിക്കാം. ആ യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം പിരിച്ചതല്ല, ഇപ്പൊ കേസിന് വലിയ ചിലവാ, കേസ് നടത്തിപ്പോയി പോയി കാണും. എന്നാൽ മൂത്ത കോൺഗ്രസ് പിരിച്ച കാശ് എന്ത് ചെയ്യും? അതാദ്യം പറയാനുള്ള ഒരു ആർജവം കാണിക്കണ്ടേ? ഈ സതീശനും ഇപ്പൊ KPCC പ്രസിഡന്റ് കാണിച്ചില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവല്ലേ, ദേശീയ തലത്തിൽ അതിന്റെ സമുന്നത നേതാവല്ലേ, ആ കുടുംബം ആ വീട്ടുകാരുടെ അടുക്കള പാർട്ടിയല്ലേ ഇത്? അവർ പറയണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യും, പിരിച്ച കാശിൻ്റെ കണക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തും. ഈ കണക്ക് ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ടേ ഈ കേരളത്തിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നതാണല്ലോ ഭരണം. അത് പിരിച്ച കാശ്, ഈ മരണത്തിൻ്റെ കൂമ്പാരം കാട്ടി പിരിച്ച കാശ് മര്യാദയ്ക്ക് ഞങ്ങൾ വിനിയോഗിക്കും, അല്ലെ അതിൻ്റെ കണക്ക് ഇന്നതാ എന്ന് പറഞ്ഞിട്ട് വേണ്ടേ സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ പറ്റി ആഗ്രഹിക്കാൻ? അത് പിടിച്ചോണ്ട് വരട്ടെ, അത് കാണിക്കണ്ടേ അവർ? ഇന്ന് വരെ എത്ര രൂപ പിരിച്ചു, ഏത് രൂപ ആരുടെ നിന്ന് കിട്ടി, അത് ഇനി ഇത്ര ബാക്കിയുണ്ട്, അക്കൗണ്ടിൽ ഇത്ര ഉണ്ട്, ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ ദയനീയ മുഖമാണ് KC വേണുഗോപാലിൻ്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും പേരിൽ ഹരിയാനയിലെ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ, വ്യവസായി, അയാളുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് 7 കോടി വാങ്ങി തട്ടിപ്പ് നടത്തിയതിൻ്റെ പരാതി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസ് എന്ന് ഇനിയും നമ്മൾ തിരിച്ചറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.